നമ്മുടെ വീട്ടിൽ നിന്ന് ഞാൻ ഈ പറയുന്ന സാധനം ഒന്ന് നിങ്ങൾ എടുത്തു മാറ്റിയാലേ നിങ്ങൾക്ക് അള്ളാനെ കാണാൻ പറ്റും. ആരെ കാണാൻ പറ്റും? അള്ളാനെ കാണാൻ പറ്റും. പടച്ചോനെ കാണാൻ പറ്റിയാലേ, പടച്ചോനെ അറിയാൻ പറ്റിയാലേ നമ്മുടെ ജീവിതത്തിൽ പിന്നെ വല്ല സങ്കടം ഉണ്ടാവോ? ലൈഫ് കളറാവൂലേ? ലൈഫ് അടിപൊളിയാവൂലേ? നമ്മൾ ഇന്ന് വരെ ആസ്വദിച്ചതിൽ വെച്ച് ഏറ്റവും അടിപൊളി ലൈഫ് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതിനെന്താ വഴി? എന്ത് സാധനം എടുത്ത് കളയേണ്ടത്? അതിപ്പോൾ എങ്ങനെ പടച്ചോനെ കാണുക? പഠിക്കണ്ടേ? നമുക്ക് ഉൾക്കൊള്ളണ്ടേ? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ അള്ളാനെ അറിയുന്ന ക്ലാസ്സാണ് പഠിക്കുന്നത് അല്ലേ? അതാണ് നമ്മൾ പഠിക്കാൻ പോണത്. അള്ളാനെ അറിയണം അല്ലേ? അള്ളാനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? ഇവിടെ നമ്മൾ ആ പാട്ട് അത് ബോറടിച്ചിട്ടുണ്ടെന്നറിയില്ല പല ആളുകൾക്കും. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് അത് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനെന്നാണ് അല്ലേ? അള്ളായെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ, അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ, ലാ ഇലാഹ അല്ലേ? അള്ള ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, അള്ള ഇല്ലെങ്കിലോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുത്ത് മാറ്റണം. ഏതാണിപ്പോൾ ആ വീട്? എപ്പോഴും പറയുന്നത് പോലെ അള്ള എവിടെയുണ്ട്? എൻ്റെ കൽബിലുണ്ട്. എവിടെയുണ്ട്? എൻ്റെ കൽബിലല്ല, അൽ കൽബ്. ഈമാനുള്ളവൻ്റെ കൽബിൽ ആരുണ്ട്? അള്ളുണ്ട്. നമ്മുടെ കൽബിൽ അള്ളുണ്ടോ? നമുക്കൊന്ന് പഠിച്ചാലോ? കൽബിൽ പടച്ചോനില്ലെങ്കിൽ അവന് സമാധാനം കിട്ടൂല. അവൻ എന്ത് ഇബാദത്ത് ചെയ്താലും അതൊക്കെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയും. അപ്പം കൽബിൻ്റെ കണ്ണുകൊണ്ട് അള്ളാനെ കാണുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഏതായാലും നമ്മുടെ ഒരു പ്രസംഗമാണ്, ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് പ്ലേ ചെയ്യാം. നമുക്ക് ഒരുമിച്ചതൊന്ന് കേൾക്കാം, ഒരു 10-20 മിനിറ്റ് മനസ്സുകൊണ്ട് കേട്ട്. എൻ്റെ റബ്ബിനെ എനിക്ക് എൻ്റെ കൽബിലൂടെ കാണണമെന്ന അതിയായ കൊതിയോടുകൂടെ ക്ലാസ്സിൽ പങ്കെടുക്കണം. റെഡിയല്ലേ? അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നമുക്കൊന്ന് കേൾക്കാം. നിസ്കാരം ഇന്ന് 4 വക്ത് കറക്റ്റ് നിസ്കരിച്ചു എല്ലാവരും. ഇത് സ്വീകരിക്കാനായിട്ടൊരു സാധനം വേണം. എന്തുട്ടാണത്? എന്താ വേണ്ടേ? തൗഫീക്ക്. നമ്മുടെ കയ്യിലൊരു സാധനം വേണം. എന്താണ്? ഇഖ്ലാസ് അല്ലേ? ഇഖ്ലാസ്, ഈമാൻ, വാട്ടവർ, അതിനൊരുപാട് പേരുകൾ പറയും. ഇത് എവിടെ ഉണ്ടാകണത്? കേട്ടില്ല? കൽബിലാണ്. അതായത് ഞാൻ ഈ തലയെ കെട്ടിയതുകൊണ്ട് എൻ്റെ നിസ്കാരം ശരിയാവോ? നിങ്ങൾ മുട്ടറ്റൻ താടി വെച്ചതുകൊണ്ട് നിങ്ങളുടെ നിസ്കാരം ശരിയാവോ? ശരിയാവോ? നിര്യാണിക്ക് മുകളിൽ പാൻറ് ഇട്ടത് കൊണ്ട് നിസ്കാരം ശരിയാവോ? അതിലേക്കൊന്നും അല്ല പടച്ചോൻ നോക്കണത്. ഒരു സംഗതി റെഡിയാകണം. എവിടെയത്? നിങ്ങൾ പറയണില്ല. എവിടെയത്? കൽബില്. അള്ളാന്റെ നോട്ടസ്ഥാനം ഏതാണ്? അൽ ഖൽബു അർശുല്ലാഹി ദുൽ ഇംകാനി വബൈതുഹുൽ മഅ്മൂറു ഫിൽ ഇൻസാനി. അൽ ഖൽബു, എല്ലാ ഹൃദയമല്ല, അള്ളാനെ അറിഞ്ഞ കൽബാണ് പടച്ചോന്റെ അർശ്. അങ്ങനെ ഒരു കൽബ് നമുക്കുണ്ടെങ്കിൽ നിസ്കാരത്തിൽ ആസ്വാദനം ഉണ്ടാവും. സക്കാത്ത് കൊടുക്കുമ്പോൾ ആസ്വദിച്ചു കൊടുക്കാൻ പറ്റും. സ്വതക്ക കൊടുക്കുമ്പോൾ ആസ്വദിച്ചു കൊടുക്കാൻ പറ്റും. തലയെ കെട്ടുമ്പോൾ ആസ്വദിച്ച് കെട്ടാൻ പറ്റും. താടി വെക്കുമ്പോൾ ആസ്വദിച്ച് താടി വെക്കാൻ പറ്റും. എല്ലാത്തിൻ്റെയും പോയിന്റ് എവിടെയാണ്? നിങ്ങൾ പറയണില്ല എവിടെയാണ്? കൽബിലാണ്. അങ്ങനെയുള്ളൊരു കൽബ് നമുക്ക് കിട്ടണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വാലിഹീങ്ങളൊക്കെ വിജയിച്ചത് ആ കൽബിൽ ശുദ്ധി ഉള്ളത് കൊണ്ടാണ്. ലോകത്തെ ഏറ്റവും വലിയ വിശുദ്ധരാരാണ്? സയ്യിദുനാ റസൂലുള്ളാഹ്. ഫിസിക്കലി, മെന്റലി 2 രൂപത്തിലും അള്ളാഹു അവിടുത്തെ ഹൃദയത്തെ ഭംഗിയാക്കിയിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് ഫിസിക്കലി 3 തവണ ഉണ്ടായിട്ടുണ്ട്. സ്വഹീഹായ ഹദീസിൽ കാണാം അല്ലേ? ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ച ഹദീസുകളിൽ പോലും നമുക്ക് വ്യക്തമാണ്. 3 തവണ ഫിസിക്കലി അവിടുത്തെ ഹൃദയത്തെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. ആര്? അള്ളാഹ് മേൽനോട്ടം വഹിച്ചിട്ട് ശുദ്ധീകരിക്കാൻ. ഒന്ന് എവിടെ വെച്ചായിരുന്നു? സയ്യിദത്തുന ഹലീമ
റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചാണ്. പണ്ട് അറബികൾക്കൊരു പതിവുണ്ടായിരുന്നു, അവർക്ക് കുഞ്ഞ് ജനിച്ചാലും പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരാളിലേക്ക് കുഞ്ഞിനെ കൊടുക്കും. അങ്ങനെ ആമിന ബീവി ഏൽപ്പിക്കാൻ ആരിലേക്ക്? സയ്യിദത്തുന ഹലീമ ബീവിയിലേക്ക്. ചെറിയ കുട്ടിയാണ്. അന്ന് ചെറിയ കുട്ടികളോടൊപ്പം കളിക്കുന്നതിനിടയിൽ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട് സയ്യിദുന ജിബ്രീൽ. റബ്ബാനിയായ ഒരു അനസ്തേഷ്യ കൊടുക്കാൻ ആ കുഞ്ഞായ മുഹമ്മദ് മുസ്തഫ. ജിബ്രീൽ ഒന്ന് തൊടുമ്പോഴേക്ക് അവിടെ നിന്ന് ഒരു ചെറിയ മയക്കം മുത്തുനബി അനുഭവിക്കുന്നത് പോലെ. പെയിനൊന്നുമില്ല. ആ ഹൃദയം ഇങ്ങനെ കീറി, ആ നെഞ്ചി പിളർത്തി, ഹൃദയം പുറത്തെടുത്ത് അതിൽ നിന്നൊരു രക്തപിണ്ഡം എടുത്തു മാറ്റി സംസം വെള്ളം കൊണ്ട് കഴുകി തിരിച്ചതേ സ്ഥാനത്ത് തുന്നിപ്പിടിപ്പിക്കുന്ന സയ്യിദുന ജിബ്രീൽ. കുട്ടികൾ ഇതിങ്ങനെ കാണുന്നുണ്ട്, ആളെ കാണുന്നില്ലെങ്കിലും ഹൃദയം കീറുന്നതൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്. ഓടിച്ചെല്ലാണ്, ഇന്ന മുഹമ്മദൻ ഖദ് ഖുത്തിൽ, മുഹമ്മദ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹലീമ ബീവി എന്റെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുമ്പോ ഒരു കുഴപ്പമില്ല, പക്ഷെ എന്തൊക്കെയോ ഭാവവ്യത്യാസങ്ങളുണ്ട്. നേരത്തെ കണ്ടതുപോലെയല്ല, നിറം ഒന്നുകൂടെ ചുവന്നിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്. ഒന്നാമത്തെ ഒരു ശുദ്ധീകരണം അങ്ങനെ. രണ്ടാമത്തെ എപ്പോഴായിരുന്നു? നുബുവത്ത് കിട്ടുന്നതിന് മുൻപ് അല്ലേ? ലോകത്തെ ഏറ്റവും വലിയ പദവിയല്ലേ, അതും അഷ്റഫുൽ ഖൽഖല്ലേ സയ്യിദുനാ റസൂലുള്ളാഹ്. മൂന്നാമത് ശുദ്ധീകരിക്കപ്പെട്ടത് ഇസ്രാ മിറാജിന്റെ മുമ്പാണ്. ഇസ്രാ മിറാജിന്റെ പുറപ്പെടുന്നതിന് മുമ്പ് കൽബൊക്കെ ഒന്ന് കീറി സംസം വെള്ളം കൊണ്ട് കഴുകിയിട്ടുണ്ടായിരുന്നു സയ്യിദുന ജിബ്രീൽ. കാരണം ആരെ കാണാനാ പോണത്? അവനെ കാണാൻ അല്ലേ? അമേരിക്കയിലേക്ക് പോകാൻ നേരത്ത് പലർക്കും ഇപ്പോഴും എൻട്രി കിട്ടൂല, വിസ കിട്ടൂല. അതൊന്നുമില്ലല്ലോ. അതിനേക്കാളപ്പുറം ജഗന്നിയന്താവായ അള്ളാന്റെ മുമ്പിലേക്ക് പോണതിന് ഒന്നും കൂടെ കൽബൊന്ന് സെറ്റാക്കാൻ. അങ്ങനെ ഫിസിക്കലി അള്ളാന്റെ നേതൃത്വത്തിൽ കഴുകിയിട്ടുണ്ട് ആരുടെ കൽബ്? സയ്യിദുനാ റസൂലുള്ളാഹ്. മെന്റലി പറയാനില്ല, പലയാവർത്തി. എന്തിനാണ് ഒരു അനാഥത്വം കൊടുത്തത് സയ്യിദുനാ റസൂലുള്ളാഹ്? കൽബ് കഴുകാനാ. അവിടുന്ന് ഗർഭത്തിലായിരിക്കെ പിതാവ് വിട പറഞ്ഞു, ചെറുപ്രായത്തിൽ ഉമ്മ വിട പറഞ്ഞു, അബൂ താലിബ് പോയി, ഖദീജ പോയി, എല്ലാരും പോയി. എന്തിനാണ് അള്ളാഹ് അങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കിയത്? അവിടെ മുത്തുനബിയുടെ കൽബിനെ ശുദ്ധീകരിക്കാൻ. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് വഴിയേ പറയാം. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാന്റെ നേതൃത്വത്തിൽ ഫിസിക്കലി മെന്റലി ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. ആർക്ക്? സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങൾക്ക്. അപ്പൊ നമുക്കും അങ്ങനെ ഒരു കൽബ് ശുദ്ധീകരണമൊക്കെ ഉണ്ടാകണ്ടേ? വേണ്ടേ? ചില അറിവുകൾ, ആ അറിവുകളിലൂടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് ഹൃദയത്തിന് ശുദ്ധി കിട്ടും. സയ്യിദുനാ റസൂലുള്ളാഹ്. ആ ശുദ്ധി കിട്ടിയാലേ ദുനിയാവിലും സമാധാനാണ്, നാളെ ആഖിറത്തിലും. അല്ലാണ്ട് നമ്മളിപ്പോൾ എന്തോരം തലകുത്തി മറിഞ്ഞാലും ഒരു കാര്യമില്ല. എത്രയോ തവണ നമ്മൾ പറയണതാണ് അല്ലേ? ഈ ഹൃദയത്തിന് ശുദ്ധിയില്ലാതെ എന്തോരം നിസ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? നമ്മുടെ സമ്പത്ത് മുഴുവൻ ദാനം ചെയ്താലും കൽബിന് ശുദ്ധിയില്ലാതെ ദാനം ചെയ്തുകൊണ്ട് വല്ല കാര്യമുണ്ടോ? വല്ലത് കിട്ടുമോ? നമുക്ക് കിട്ടുമോ? കിട്ടും. ടെൻഷനാണ് കിട്ടുക. ഇതൊക്കെ കൊടുത്തിട്ട് ഇനിയിപ്പോ ഞാൻ എന്റെ ഭാവി എന്താണ്? അവതാളത്തിലാണല്ലോ. ഇതാ ഉണ്ടാവുക. സമാധാനം കിട്ടണോ? കൽബിന് ശുദ്ധി വേണം. സയ്യിദുനാ റസൂലുള്ളാഹ് 43 സൂറത്തുകളിൽ 121 സ്ഥലത്ത് അല്ലാഹു റബ്ബുൽ ആലമീൻ കൽബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കൽബിന്റെ ശുദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ കാണാം. ഒരിക്കലും മക്കത്തെ ഖുറൈശികൾ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, 5 പൈസ എടുക്കാനില്ലല്ലോ മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടരുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, ഞങ്ങൾ തനികരാണ്. അല്ലാഹു പറയുന്നുണ്ട്, യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പൈസ ഉണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ദുനിയാവിൽ ഇച്ചിരി ഒരു സന്തോഷമൊക്കെ പേരിന് കിട്ടിയേക്കാമെന്നല്ലാതെ മക്കളും പൈസയൊന്നും ഉപകരിക്കാത്ത സ്ഥലത്ത് രക്ഷപ്പെടണമെങ്കിൽ ഖൽബുൻ സലീം വേണം, രക്ഷപ്പെട്ട ഹൃദയം വേണമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. രക്ഷപ്പെട്ട ഹൃദയം ശിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന്, നിഫാഖിൽ നിന്ന്, മോശം ചിന്തകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട കൽബുണ്ടോ അവനെ രക്ഷപ്പെടും അല്ലാഹു റബ്ബുൽ ആലമീൻ. മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. രക്ഷപ്പെട്ട ഹൃദയം അല്ലേ? രക്ഷപ്പെട്ട ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ കൊളസ്ട്രോളിൽ നിന്ന് രക്ഷപ്പെട്ട ഹൃദയമൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ട ഹൃദയം, ഇതേപോലെ തന്നെ നിഫാഖിൽ നിന്ന്, കുഫറിൽ നിന്ന്, മിൻ മറദിൽ കുഫ്രി വൻ നിഫാഖി. ഇതാണ് മെയിൻ ആയിട്ടുള്ള സാധനം. നിഷേധത്തിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന്, സൃഷ്ടിപൂജയിൽ നിന്ന്,
അതുപോലെ തന്നെ സ്വന്തത്തിന് ആരാധിക്കുന്നവരെ നമ്മളിൽ ബഹുഭൂരിഭാഗവും. ഇത്തരം ആരാധനകളിൽ നിന്നൊക്കെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം. അവർക്കേ സമാധാനം ഉണ്ടാവൂ. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. രക്ഷപ്പെട്ട ഒരുപാട് വ്യക്തികളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഇന്നൊരു 10-20 മിനിറ്റ് എടുക്കണുള്ളൂ. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലേ, നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ വിശദീകരിക്കാം. രക്ഷപ്പെട്ട ഒരുപാട് വ്യക്തികളിൽപ്പെട്ട ആളാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അല്ലേ. ഈ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ കൽബിൽ ആര് മാത്രം ഉണ്ടാകലാണ്? അപ്പൊ അതിന്റെ ഉദാഹരണമല്ലേ ഇന്ന് നമ്മൾ ജുമാക്ക് പറഞ്ഞത്. ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബി അങ്ങനെ അറുക്കാൻ കൊണ്ടുപോകാൻ പറ്റിയത് കൽബിൽ ആര് മാത്രം ഉള്ളതുകൊണ്ടാണ്. ഇസ്മായിൽ നബിക്ക് അത് ഏറ്റെടുക്കാൻ പറ്റിയത് കൽബിൽ ആര് മാത്രം ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ഒരു വാപ്പായി മോനൊക്കെയാണ് നമ്മളെങ്കിൽ ആ ലൈഫ് എന്ത് രസമായിരിക്കും അല്ലേ. കുടുംബം മുഴുവൻ അങ്ങനെയാണെങ്കിൽ എന്ത് രസമായിരിക്കും. ആ ലൈഫിന് എന്തൊരു ആസ്വാദനമായിരിക്കും. പരാതിയില്ല, പരിഭവമില്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ കുറിച്ചൊക്കെ അള്ളാഹ് പറഞ്ഞത് കേട്ടാൽ ഇന്ന ഇബ്രാഹീമ കാന ഉമ്മ. അതിന്റെയൊക്കെ ഒരു ആശയം. ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനല്ല, ഒരു പ്രസ്ഥാനമാണ് എന്നാണ് അള്ളാഹ് പറയുന്നത്. ഒരു പ്രസ്ഥാനമാണ്. ആര്? അള്ളാഹ് ഒരാളെ കുറിച്ച് അങ്ങനെ പറയുകയാണെങ്കിൽ ആ ബന്ധത്തിന്റെ തീവ്രതകൾ ആലോചിച്ചൊക്കെ. ഇബ്രാഹിം ഒരു വ്യക്തിയല്ല, കാന ഉമ്മ, ഒരു പ്രസ്ഥാനമാണ്. എന്നിട്ട് പറയുന്നുണ്ട് രക്ഷപ്പെട്ട ഹൃദയം കൊണ്ട് പടച്ചോനിലേക്ക് വന്ന ആളാണ് ആര്? സയ്യിദുനാ ഇബ്രാഹിം. അപ്പൊ അള്ളാഹുവിലേക്ക് ഒരാൾക്ക് അടുക്കണമെങ്കിൽ അവൻ എന്ത് വേണം? എന്ത് കിട്ടണം? രക്ഷപ്പെട്ട കിട്ടണം. നമുക്കുണ്ടോ രക്ഷപ്പെട്ട ഹൃദയം? എല്ലാ ഏടാകൂടങ്ങളും എവിടെ കിടക്കണത്? വേണ്ട, നിസ്കരിക്കാൻ കൈകെട്ടിയിട്ട് ഒരു മഗ്‌രിബ് നിസ്കാരം എത്ര നേരം ഉണ്ടായിരുന്നു? എത്ര മിനിറ്റ് ഏകദേശം? 7 മിനിറ്റ്. 2 മിനിറ്റ് എന്റെ കൽവിൽ അള്ളാഹ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഉറപ്പ് പറയാൻ പറ്റിയ ആരുണ്ട് കൂട്ടത്തിൽ? തിരിച്ചു ചോദിക്കരുത്. 2 മിനിറ്റ് എന്റെ കൽവിൽ അള്ളാഹ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഉറപ്പ് പറയാൻ പറ്റിയ എത്ര പേരുണ്ടാവും? ആരാളുള്ള നമ്മുടെ കൂട്ടത്തിൽ? അപ്പൊ നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ? വേണ്ടേ? അതിന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അലാ, വെറുതെ പറയല്ല, അറിഞ്ഞോളണം, ചെവി തുറന്ന് കേൾക്കണേ. വ ഇന്ന ഫിൽ ജസദി ലമുദ്ഗത്തുൻ. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡുണ്ട്. നമ്മൾ ഒരുപാട് കേട്ട ഹദീസാണ്, കേട്ടങ്ങട് വിട്ടു. ശരീരത്തിൽ എന്തുണ്ട്? മാംസപിണ്ഡുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു. അത് നന്നായാൽ ശരീരം മുഴുവൻ. വഇദാ ഫസദത്, അത് മോശമായാൽ ശരീരം മുഴുവൻ. സയ്യിദുനാ റസൂലുള്ളാഹ്. ഏതാണത്? വഹിയൽ ഖൽബ്. അത് കൽബാണ്. അപ്പൊ ഞങ്ങൾക്കറിയാം അല്ലേ, ഇത് യഥാർത്ഥത്തിൽ ശാരീരികമായും മാനസികമായും ശരിയാണ്. ഹൃദയം നന്നായാലും മറ്റവയവങ്ങളും നന്നാവൂലേ? അത് കൽബിയായി ആന്തരികമായും അങ്ങനെ തന്നെ. നമ്മുടെ മനസ്സ് നന്നായാലും ശരീരം മുഴുവൻ. ഇപ്പോ ഒരു 5 വയസ്സായ കുട്ടിയെ കുറിച്ച് ഒരാൾ പറഞ്ഞു കുറച്ചാൾ മുമ്പേ. പക്ഷെ അതെന്റെ കുട്ടിക്ക് പെട്ടെന്ന് കയ്യിലും കാലിലും നീര് വന്നതാണ്. വയറ് പെട്ടെന്ന് വീർക്കാൻ തുടങ്ങി കുട്ടിയുടെ. അപ്പൊ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഒരു എക്കോ എടുക്കാൻ പറഞ്ഞു. എക്കോ എടുത്തു. ഹൃദയത്തിന്റെ ചില വാൽവിന് തകരാറുണ്ട്. കുഞ്ഞു മരിച്ചു 5-ാമത്തെ വയസ്സിൽ. അള്ളാഹു കുടുംബത്തിന് ക്ഷമ കൊടുക്കുമാറാകട്ടെ. പെട്ടെന്ന് കാല് നീര് വെക്കുക, ശരീരത്തിൽ നീര് വെക്കുക, ഈ നടുവിന്റെ ഈ ഭാഗത്തൊരു പെയിൻ വരിക. ഡോക്ടറോട് എത്തിയാലും വേഗം ഒരു കാർഡിയോളജിനെ ഒന്ന് കാണിച്ചോ. നമ്മുടെ ഹൃദയത്തിന് തകരാറുണ്ടെങ്കിൽ അതെവിടെ പ്രതിഫലിക്കും? മറ്റവയവങ്ങളിൽ പ്രതിഫലിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ശരിയല്ലെങ്കിൽ ആത്മീയമായും നമ്മുടെ ശരീരങ്ങളിൽ അത് പ്രതിഫലിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇപ്പൊ ഹൃദയം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അത്ഭുതമല്ലേ? അല്ലേ? നിങ്ങൾ കേൾക്കുന്നുണ്ടാ? അത്ഭുതം. ഹൃദയത്തിന് എത്ര ഗ്രാം വെയിറ്റ് ഉണ്ട്? എന്തൊരു വെയിറ്റ് ഉണ്ട് ഹൃദയത്തിന്? എത്ര കിലോ ഉണ്ട്? എത്ര കിലോ വെയിറ്റ് ഉണ്ട്? ഏതാണ്ട് 300 ഗ്രാം വെയിറ്റേ ഉള്ളൂ. എന്തിന്? നമ്മുടെ ഈ ശരീരത്തെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കണ ഈ ഹൃദയത്തിന് എത്ര ഗ്രാം വെയിറ്റ് ഉണ്ട്? 300 ഗ്രാം വെയിറ്റ് ഉള്ളൂ. 1 മിനിറ്റിൽ എത്ര തവണ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നുണ്ട്? 70-80. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഹൃദയം ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ ഒരു തവണ ഇടിക്കുമ്പോൾ 72 മില്ലി ലിറ്റർ രക്തം ഹൃദയം പമ്പ് ചെയ്യുന്നുണ്ട്. 70-80 ഇടയിൽ മിനിമം ഒരു 72 മില്ലി ലിറ്റർ രക്തം എന്ത് ചെയ്യുന്നുണ്ട് ഹൃദയം?
ഇത് വെറുതെ പമ്പിയിപ്പിക്കുന്ന ഒരുത്തം വേണ്ടേ അല്ലേ? ഇപ്പൊ എന്റെ കൂടെയുള്ള റബ്ബിലേക്കാണ് ഈ ഹൃദയം നന്നാവാന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ആരുണ്ട് എന്ന് തിരിച്ചറിയലാണ് അല്ലേ? ഇപ്പൊ കെട്ടിയോൻ പറയാണ് നിന്റെ മനസ്സൊന്ന് നന്നാക്കടി എന്ന് പറഞ്ഞാൽ അവൻ ആഗ്രഹിക്കണം എന്താ? നിന്റെ കൽബിൽ എന്നെ മാത്രം ഒന്ന് കൊണ്ടുപോയി ഈ പരാതിയും പരിഭവം അമ്മായിയമ്മയും പരാതിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എന്നാ കൽബിലൊന്ന് കേറ്റടി. പടച്ചോൻ പറയണത് ആ കൽബൊന്ന് നന്നാക്കുന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എടാ നിന്റെ കൽബിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് എന്നെ അവിടെ ഒന്ന് കയറ്റി വെക്കടാ, ഞാനൊന്ന് കാണട്ടെ നിന്റെ കൽബിൽ എന്നെ, നിന്റെ കൽബിൽ എന്നെ ഞാനൊന്ന് കാണട്ടെ. അതല്ല ഇബ്രാഹിം നബിക്ക് പണി കിട്ടാൻ കാരണം എന്താ? ഇബ്രാഹിം നബിക്ക് പണി കിട്ടാൻ കാരണം എന്താ? നിങ്ങൾ മറന്നു എന്ന് ഉച്ചക്ക് നമ്മൾ പറഞ്ഞു. കൽബിൽ ഞാൻ ഇത്തിരിയേരം മാറിയുന്നു, അർക്കട മോനെ. എന്തേ? കൽബിൽ ഞാനുണ്ടോന്നറിയാനാണ്, എന്നെ കാണാനാണ് കൽബില്. മനസ്സിലാവണ്ടോ? ഖലീലുല്ലാഹി ഇബ്രാഹിം ഇരിക്കട്ടെ. അപ്പോ ഒരു മിനിറ്റില് 70 തവണ ഇടിക്കുന്ന നമ്മുടെ ഹൃദയം, ഒരു തവണ ഇടിക്കുമ്പോ എത്ര മില്ലി? 72 മില്ലി ലിറ്റർ രക്തം ഹൃദയം പമ്പ് ചെയ്യും ഒരു മിനിറ്റിലോ. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര ലിറ്റർ പമ്പ് ചെയ്യും? 5 ലിറ്റർ രക്തം ഒരു മിനിറ്റിൽ ഹൃദയം പമ്പ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 7200 ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്നുണ്ട്. ആകെ 5 ലിറ്റർ രക്തമുള്ള നമ്മുടെ കൽബിൽ, നമ്മുടെ ശരീരത്തിൽ. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ ഹൃദയം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ഒരു ഫാക്ടറി നിരന്തരം 24 മണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടോ കാലാകാലം? ഇല്ലല്ലോ. ഇപ്പോ ഇടുക്കിയിൽ ഡാമുണ്ട്. ഡാമുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പല മെഷീനറീസും അടക്കം നിന്നുപോകും. റിപ്പയർ ചെയ്യാൻ ആള് വരണം. ഇത് ഉമ്മാടെ ഗർഭാശയം മുതൽ മരിക്കുന്നത് വരെ ഒരു സ്റ്റഡി ഉണ്ട്. 20 കോടിയിലധികം ലിറ്റർ രക്തം പമ്പ് ചെയ്യും ഒരു മനുഷ്യന്റെ ജീവിതകാലത്തിൽ ഹൃദയം. സുബ്ഹാനല്ലാഹ്. ഇത് കൂടെ നിർത്തി ഇതിങ്ങനെ പമ്പ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. അള്ളാനെ മറന്നാൽ അവന്റെ ഹൃദയത്തിന് രക്ഷപ്പെടൂല. ആ അള്ള അവനെ തിരിച്ചറിഞ്ഞ് ആ കൽബ് കൊണ്ട് റബ്ബിനെ ആസ്വദിക്കുമ്പോ അത് കൽബുൻ സലീമായി മാറാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഇത് തിരിച്ചറിയാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ആ ഹൃദയത്തിന്റെ ആന്തരികമായ അവസ്ഥയിൽ അതിലിങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്. സ്വലഹൽ ജസദു കുല്ലു. അത് നന്നായാല് ശരീരം മുഴുവൻ നന്നായി എന്നാണ്. ഹൃദയം മോശമായാല് ശരീരം മുഴുവൻ. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് അവന്റെ നാവ് കൊള്ളൂലാട്ടാ. പ്രശ്നം നാവിനാണോ? ആണോ? പ്രശ്നം എവിടെയാ? കൽബില. അവന് നോട്ടം കണ്ടില്ല, കണ്ണ് ശരിയല്ലാട്ടാ. കണ്ണിനാണോ പ്രശ്നം? എവിടെ പ്രശ്നം? എവിടെയാ? കൽബിലാണ്. കൽബ് നന്നായാല് നോട്ടം നന്നാവും. കൽബ് നന്നായാല് വർത്താനം. കൽബ് നന്നായാല് മറ്റുള്ളവന്റെ ഇറച്ചി തിന്നാൻ നമ്മൾ പോവോ? കൽബാണ് ഏറ്റവും മോശമാകുന്നത്. അതുകൊണ്ട് അവന്റെ ശരീരം മോശമാകും. സയ്യിദുനാ റസൂലുള്ളാഹ് ഖുർആനിലൊരു ആയത്തുണ്ട്, സൂറത്തുൽ അഹ്സാബിന്റെ 32-ാമത്തെ ആയത്ത്. യാ നിസാഅൻ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ فإن اتقيتن فلا تخضعن بالقول فيسمع الذي في قلبه مرض وقلن قولا معروفا. يا نساء النبي. നബിയുടെ ഭാര്യമാരെ. ഇത് നബിയുടെ ഭാര്യമാർക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ ഭാര്യമാർക്കൊക്കെ ഉള്ള സംഗതിയാണ്. നബിയുടെ ഭാര്യമാരെ ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ. നിങ്ങൾ മറ്റു പെണ്ണുങ്ങളെ പോലെ അല്ലാട്ടോ. നിങ്ങളാരാ? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ടോരാ. ഫഇൻ ഇത്തഖൈതുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗൽ. നിങ്ങൾക്ക് തഖ്വ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിനയത്തോടെ സംസാരിക്കരുത്. ആരുടെ മുമ്പിൽ? അന്യപുരുഷന്റെ മുമ്പിൽ. അന്യപുരുഷന്റെ മുമ്പിൽ വിനയത്തോടെ. ഇപ്പൊ നിങ്ങൾ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് ഭാര്യ എങ്ങനെ പെരുമാറണം എന്നാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. ഭർത്താവ് വീട്ടിലില്ല, അപ്പൊ ഒരു അന്യപുരുഷൻ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. അവനോട് ഇക്കാക്ക ഇവിടെ ഇല്ലാട്ടാ, ഇക്കാക്ക പുറത്തു പോയേക്കാണ്, രാത്രിയാകും വരുമ്പോ അങ്ങനെ പറയരുത് എന്ന്. പിന്നെ എന്ത് ചെയ്യണം? പൊട്ടിത്തെറിക്കണോ? അല്ല, ഇവിടെ ഇല്ല, നിങ്ങൾ പോയിക്കോ, അല്ലെങ്കിൽ തന്നെ മൂപ്പർക്ക് എന്നെ സംശയമാണ്, ഇവിടെ കണ്ടോ ഓടിക്കോ, അങ്ങനെ പറയണമെന്നല്ല. വഖുൽന ഖൗലൻ മഅറൂഫ. മാന്യമായിട്ട് സംസാരിക്കണം. അങ്ങനെ അധികം കൊഞ്ചിക്കൊഴയാതെ ഇച്ചിരി ഗൗരവം കലർന്ന രൂപത്തിൽ. എന്നാ നീരസം ഉണ്ടാകാൻ ചെയ്യരുത്. ആ ഇക്കാക്ക ഇല്ലാട്ടെ, ഇക്കാക്ക വരുമ്പോ രാത്രിയാവും. അങ്ങനെ എന്തിനങ്ങനെ സംസാരിക്കാൻ പറഞ്ഞത്? ഹൃദയത്തിൽ രോഗമുള്ളവർ നിങ്ങളെ കൊതിച്ചു. ഹൃദയത്തിൽ രോഗമുള്ളവൻ നിങ്ങളെ കൊതിക്കും. മനസ്സിലായോ? ഈ വന്നോന്റെ കൽബിൽ എന്തുണ്ടാകാം? രോഗം ഉണ്ടാകാം. നിങ്ങൾ താന്ന് സംസാരിക്കുമ്പോ അവൻ
നിങ്ങളെ കൊതിക്കും. സംഗതി പിടികിട്ടിയോ? പിടികിട്ടിയില്ല. അപ്പൊ എല്ലാം വ്യഭിചാരം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? കൽബിൽ നിന്നാണ്. മോഷണം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നിങ്ങൾ പറയണില്ല, എവിടെ നിന്നാണ്? ഹറാമായ നോട്ടുണ്ടാകുന്നത് കൽബിൽ നിന്നാണ്. തെറിവിളിക്കാനായിട്ട് നാവ് ധരിക്കുന്നത് കൽബിൽ നിന്നാണ്. മറ്റുള്ളവന്റെ കുറ്റത്തിലേക്ക് നമ്മൾ നോക്കണത്. കൽബ് നന്നായാൽ എല്ലാം നന്നായി, കൽബ് ചത്താൽ എല്ലാം ചത്തു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ കൽബിന് ജീവൻ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? എങ്ങനെ ജീവൻ വെപ്പിക്കാൻ പറ്റും? പഠിക്കണ്ടേ? നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ആ വിഷയം കുറച്ചാളൊന്ന് പഠിക്കാം. കുറച്ചാഴ്ചകളും ചർച്ച ചെയ്താലോ? എവിടെയും ഉറക്കം തൂങ്ങിയിരുന്നിട്ട് എന്ത് ചർച്ച ചെയ്യാനാണ്? കൽബ്, അതാണ് അൽ കൽബു അർശുള്ള, അള്ളാന്റെ അർശായി നമ്മുടെ കൽബ് മാറിയാല് എന്ത് രസമായിരിക്കും ആ ജീവിതമൊക്കെ. ഇടക്കൊന്ന് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. നമ്മുടെ ഹൃദയം പടച്ചോന്റെ അർശായി മാറുന്ന ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ എന്ത് രസമായിരിക്കും ആ ജീവിതം. കൽബിൽ എന്ത് സംഗതി വന്നാലും എന്റെ റബ്ബ് എന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയാല് അൽഹംദുലില്ലാഹ്, എന്ത് രസമായിരിക്കും ആ ജീവിതം. പഠിക്കാൻ തയ്യാറാണോ നിങ്ങള്? കേൾക്കണില്ല. തയ്യാറാണോ? നമുക്ക് അടുത്ത ആഴ്ച മുതൽ അത് തുടങ്ങാം. എല്ലാവരും അടുത്ത ആഴ്ച വരൂലേ? ഇന്നിപ്പോ ഇവിടെ നിൽക്കട്ടെ, ഒരു തുടക്കല്ലേ. ഒരു പൾസറിഞ്ഞിട്ട് വേണ്ടേ മരുന്ന് കൊടുക്കാൻ അല്ലേ? ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാനെ തിരിച്ചറിയുന്ന കൽബ് അത് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ നമ്മൾ ജീവിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത് അല്ലേ? അള്ളാഹ് നമ്മളെ പഠിച്ചെന്തിനാ? എന്തിനാ പഠിച്ചേ? ഇപ്പൊ നിങ്ങൾ ഇവിടെ നമ്മൾ ഇത്ര നേരം 7 മിനിറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു വഹാബി ഉസ്താദ് നിസ്കാരം അല്ലേ? ഈ 7 മിനിറ്റ് നിസ്കാരത്തിൽ ഒരു തവണ പോലും ആരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അള്ളാഹ് ഇല്ല നമ്മുടെ കൽബില്. പിന്നെ ഈ തലകുത്തി പറഞ്ഞിട്ട് ഇപ്പൊ അള്ളാഹ്ക്ക് എന്ത് കിട്ടാൻ? അത് കണ്ടിട്ട് ദേന്റെ ഒരു അടിമ തലകുത്തി പറയുന്നുണ്ട്, അടിപൊളി ഡാൻസ് ആണെന്ന് പറഞ്ഞിട്ടിരിക്കാനോ? അതിൽ ആസ്വാദനം എന്താ പഠിച്ചോന്? നിന്റെ കൽബിൽ അള്ളാഹ് ഉണ്ടാകുമ്പോഴാണ് അത് കണ്ട് ആര് സന്തോഷിക്കുക അല്ലേ? സ്നേഹമില്ലാത്ത പ്രവർത്തനങ്ങൾ വെറും പാഴായ കുറെ സംഗതികളാണ് അല്ലേ? വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും കെട്ടിയോള് പറയാണ്, കയറിയിരിക്കുക, അവിടെ പോയി കിടക്കായിരുന്നു. നിങ്ങൾ രസം ഉണ്ടാവുമോ ജീവിതത്തിന്? ആ സ്നേഹം ഫീൽ ചെയ്യണം. വെറുതെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. അവള് ചോദിക്കാൻ സംഗതി ഒരേ വാക്ക് തന്നെയാണ്, എവിടെ നിൽക്കാക്ക? എത്ര നേരമായി മനുഷ്യൻ നോക്കിക്കണം, കയറിയിരിക്കാക്ക. അതിലെന്തുണ്ട്? ആദ്യത്തെ നമ്മുടെ നിസ്കാരം പോലെയാണ് അല്ലേ? രണ്ടാമത്തത് ഔലിയാക്കളുടെ നിസ്കാരം പോലെയാണ്. ആദ്യത്തെ നമ്മുടെ നിസ്കാരം ഏതാണത്? എവിടെ പോയി കിടക്കരുത്, നിങ്ങൾ കയറിയിരിക്കും. ഭർത്താവിന് വല്ല രസം ഉണ്ടാവോ? രണ്ടാമത്തത് ഔലിയാക്കളുടെ നിസ്കാരം പോലെ. അങ്ങനെ എവിടെ നിൽക്കാക്കത്? മനുഷ്യൻ നോക്കിയിരുന്ന് കണ്ണ് വെച്ചിട്ട് കയറിക്കാക്ക, കാണാൻ കൊതിയായിട്ട് പാടില്ല. ഇതാണ് ഔലിയാക്കളുടെ നിസ്കാരം നമ്മുടെ നിസ്കാരം തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമുക്ക് ആരെ തിരിച്ചറിയണം? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ സംഗതി പിടികിട്ടിയില്ലേ? കൽബ് ക്ലീൻ ആകണം അല്ലേ? അപ്പം കൽബിലെ കറയെടുത്ത് കളഞ്ഞാൽ പിന്നെ സമാധാനമാണ്. ആ കൽബ് കൊണ്ട് ആരെ കാണാൻ പറ്റും? അള്ളാനെ കാണാൻ പറ്റും. കാണാമെന്ന് പറഞ്ഞാൽ അള്ളാഹു രൂപമില്ലാത്തവനാണ് അല്ലേ? അള്ളാനെ അറിയാൻ പറ്റും. ഓരോ നമ്മൾ കാണുന്ന സംഗതികളിലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ നമുക്ക് ദർശിക്കാൻ പറ്റും. ആ ലൈഫ് സെറ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ആഴ്ച വേണോ? അല്ലെങ്കിൽ ഇതുകൊണ്ട് നിർത്തണോ? പഠിക്കണോ നമുക്ക് അള്ളാഹിനെക്കുറിച്ച്? കൽബൊന്ന് ക്ലീൻ ആക്കണോ? വേണമെങ്കിൽ പറയണം കേട്ടോ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ചെന്താണ്? മറന്നുപോയോ? ഖുർആനിലെ ഏറ്റവും നല്ല കഥ ഏതാണെന്നാണ്. അത് നമ്മൾ രണ്ടാമത്തെ തവണയാണ് ചോദിക്കുന്നത് അല്ലേ? പല ആളുകൾക്ക് ഇപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. അത് യൂസുഫ് നബിയുടെ കിസ്സയാണ്. സിമ്പിളായൊരു ചോദ്യം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇസ്മായിൽ നബി എന്ന കുഞ്ഞ് ജനിക്കുന്നത് എത്രാമത്തെ വയസ്സിലാണ്? ഇബ്രാഹിം നബിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മജ്ലിസ് സ്ഥിരമായി കാണുന്നൊരു ഉമ്മ ഹൃദയത്തിന് സർജറിയായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അള്ളാഹു പരിപൂർണ്ണ സൗഖ്യം നൽകുമാറാകട്ടെ. അതുപോലെ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ ഒരുപാട് ദുആ വസിയ്യത്തുകളുണ്ട്. എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹ് പൂർത്തീകരിക്കട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده
عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ല. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും കൽബിലുള്ള മുറാദുകൾ ഹാസുലാക്കണേ അല്ല. പാപങ്ങൾ പുറത്ത് നിൻ്റെ യഥാർത്ഥ അടിമകളാക്കണേ അല്ല. കൽബൊന്ന് തുറന്നു തരണേ അല്ല. നിൻ്റെ മുത്തായ തങ്ങളെ പ്രണയിക്കാൻ, നിന്നെ സ്നേഹിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ല. നിന്നിലുള്ള പ്രണയം ആസ്വദിക്കാൻ തൗഫീക്ക് നൽകണേ അല്ല. കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. ഒരുപാട് മക്കൾ പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്നവരാണ്. ഉന്നത വിജയം നൽകണേ അല്ല. ഹൈറായ ഇടങ്ങളിൽ അഡ്മിഷൻ നൽകണേ അല്ല. അസുഖബാധിതരുണ്ട്, ശിഫ നൽകണേ അല്ല. വിവാഹപ്രായം എത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട പലരുമുണ്ട്. പടച്ചവനെ ഖബർ വെളിച്ചമാക്കണേ അല്ല. ഞങ്ങൾ ആരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല. സ്വബാഹുൽ ഖൈറിൻ്റെ അഹ്ലുകാരെ മുത്തുനബിയാൽ ചേർത്ത് പിടിക്കപ്പെടുന്നവരിൽ നീ പെടുത്തണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.